ശശി തരൂർ കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭകളുമായിട്ട് വല്ലാതെ അങ്ങ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പാലാ രൂപത, കത്തോലിക്ക സഭയുടെ പാലാ രൂപത അവരുടെ ഒരു വലിയ ആഘോഷത്തിൽ തരൂരിനെയാണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുപ്പിച്ചത്. അവർ മാത്രമല്ല, ലത്തീൻ സഭ, അതുപോലെ മറ്റ് ക്രിസ്ത്യൻ സഭകൾ, NSS, ഇതൊക്കെ തരൂരിനെ കൊണ്ട് നടക്കുകയാണ് എന്ന് തന്നെ പറയാം. അത് കേരളത്തിലെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നത്. തരൂർ എന്താണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ? ഈ പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വേദിയിലാണ് ശശി തരൂർ ഉണ്ടായിരുന്നു, PC ജോർജും ഉണ്ടായിരുന്നു. ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പിതാക്കന്മാരൊക്കെ ശശി തരൂരിനെ വാനോളം പുകഴ്ത്തി. വാഴ്ത്തുകയുണ്ടായി. ഇത് നമ്മളങ്ങനെ അത്ര നിസ്സാരമായിട്ടൊന്നും കാണും. ഇതൊരു വലിയ അതായത് നീക്കം. കോൺഗ്രസിനോടില്ലാത്തൊരു വിശ്വാസം തരൂരിനോട് ഈ ക്രൈസ്തവ സഭകൾക്കുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. തരൂരിനോട് ഉള്ള ഒരു വിശ്വാസം പോലെ തന്നെ BJPയോടും ഒരു താല്പര്യം ഈ ക്രൈസ്തവ സഭകൾക്കും താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്, ഒരു വിശ്വാസവും ഉണ്ടെന്നുള്ളതാണ്. അതിന് നമ്മൾ നേരത്തെ ഉള്ള ചില കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും ഒക്കെ ക്രൈസ്തവ സഭയ്ക്ക് ഒക്കെ തന്നെ കൃത്യമായ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചത് ഒരു നിലപാടുണ്ടായിരുന്നു. PC ജോർജും ഷോൺ ജോർജൊക്കെ ഇതിനകത്ത് വലിയ പങ്കാണ് വഹിച്ചത്. അങ്ങനെ ക്രൈസ്തവ സഭകളുമായിട്ടൊരു വലിയ ബന്ധമുണ്ടാക്കിക്കൊണ്ട് വരികയാണ് BJP, പ്രത്യേകിച്ച് കേരളത്തിൽ. സർ, ഡൽഹിയിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം സഭാ നേതാക്കൾ, ബിഷപ്പുമാർ സന്ദർശിക്കുന്നു. അത് ഡൽഹി ബിഷപ്പും അല്ലെങ്കിൽ അവിടുത്തെ സഭാ അധികാരികൾ മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോയി ഡൽഹിയിൽ ചെന്ന് ഡൽഹിയിലെ അതിരൂപതകൾ വഴി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിൽ വലിയ വാർത്തയാകുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഷോൺ ജോർജ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്കും വഹിക്കുന്നുണ്ട്. അത് സർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ പ്രവർത്തകരോ അതിനകത്ത് എത്ര പങ്ക് വഹിക്കുന്നു എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. പക്ഷേ ഈ സഭാ നേതാക്കൾ കൃത്യമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുള്ള അവസരത്തിൽ എല്ലാം തന്നെ ബിഷപ്പുമാർ കാണാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കേണ്ടത്, അതായത് ഇപ്പോൾ തരൂരും BJPയും തമ്മിൽ എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അത് നോക്കണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തരൂര് ഏറ്റവും വലിയ BJPയുടെ വക്താവായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സാറ് ഷോൺ ജോർജിൻ്റെ കാര്യം ചോദിച്ചു, അതുപോലെ അനൂപ് ആൻ്റണിയുടെ കാര്യം പറഞ്ഞു. ഇവരെക്കാളും എല്ലാം ഇപ്പോൾ ഈ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് വളരെ പ്രിയങ്കരനായ ഒരാൾ ഡൽഹിയിലുണ്ട്, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട്. അത് മറ്റാരുമല്ല, മുൻ മുഖ്യമന്ത്രി AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി എന്ന് മാത്രമല്ല, അനിൽ ആൻ്റണി BJPയുടെ ദേശീയ സെക്രട്ടറിയാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് 4 സംസ്ഥാനങ്ങളുടെ ചുമതല കൊടുത്തിട്ടുണ്ട് പ്രഭാരിയായിട്ട്. അത് 4 സംസ്ഥാനങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അവിടെ അനിൽ ആൻ്റണി മാത്രമല്ല, അവരുടെ ആ 7 സംസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട ചുമതല കൊടുത്തിരിക്കുന്ന 2 മലയാളികളിൽ ഒരാൾ അനിൽ ആൻ്റണിയും മറ്റൊരാൾ V മുരളീധരനുമാണ്. അപ്പോൾ V മുരളീധരനും അനിൽ ആൻ്റണിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം BJPയുടെ കേന്ദ്ര നേതൃത്വവും സർക്കാരും ചേർന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതും നമ്മൾ കാണാതെ പോകരുത്. ഇങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അല്ല, ക്രൈസ്തവ സഭകൾ വളരെ കൃത്യമായിട്ട് ബേസ് ഇട്ട് കൃത്യമായിട്ട് കല്ല് കെട്ടി അവര് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഇവിടെ തരൂര് തന്നെ ഈ വേദിയിൽ വന്നു, PC ജോർജും ഒക്കെ ഈ വേദിയിലുണ്ട്. അപ്പൊ തരൂരിന് ഇപ്പോൾ BJPയുമായിട്ടുള്ള ഒരു അടുപ്പം കൂടി നമ്മൾ നോക്കണം. നമ്മൾ പറയുന്നുണ്ട് തരൂരിനെ വളരെ ഉചിതമായ ഒരു സ്ഥാനമായിരിക്കും കിട്ടാൻ പോകുന്നത്, ഉപരാഷ്ട്രപതി സ്ഥാനം അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും നയതന്ത്ര കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹം ഒരിക്കലും അനാഥനാകില്ല. ഇല്ലില്ല. അദ്ദേഹത്തിന് BJP അർഹിക്കുന്ന എല്ലാ അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു പദവിയിൽ അദ്ദേഹത്തിനെ ഇരുത്തും. പിന്നെ ഇദ്ദേഹം തരൂർ കേരളത്തിലെ സാമുദായിക ഇടങ്ങളിൽ ഒരു വലിയ സ്ഥാനം നേടിയത് നമ്മൾ മനസ്സിലാക്കണം. ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ നടത്തിയല്ലോ ഇദ്ദേഹം, പാണക്കാട്ട് പോവുകയും ചെയ്തു. ലീഗിനൊക്കെ വലിയ തൃപ്തിയാണല്ലോ ഇദ്ദേഹത്തിലുള്ളത്. അതുപോലെ ക്രൈസ്തവ സഭയിലും പെരുന്നയിലും ഒക്കെ ചെന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ സുകുമാരൻ നായരൊക്കെ പറഞ്ഞില്ലേ, വിശ്വപൗരനാണ്, ഡൽഹി നായരാണ് എന്നൊക്കെ സമ്മതിക്കുകയും ചെയ്തു. തരൂരിനെ അംഗീകരിച്ചു. അല്ല, ആദ്യം അദ്ദേഹം 2009 വന്നപ്പോൾ ഒരു പുച്ഛത്തോടു കൂടി അത് കേരളത്തിലെ നായരല്ല, ഡൽഹി നായരാണ് എന്നാണ് അദ്ദേഹത്തെ അന്ന് അവർ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ്സുകാർ പോലും ഇദ്ദേഹത്തെ ജയിപ്പിക്കണ്ട എന്നൊക്കെ. അതെ 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 അതെ, കോൺഗ്രസ്സുകാർ പോലും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നായിരുന്നു അന്നത്തെ ഒരു നിലപാട്. പക്ഷെ തുടർച്ചയായി 4 തവണ അതെ, അദ്ദേഹം കോൺഗ്രസിന് കടത്തി വെട്ടി തിരുവനന്തപുരത്ത് കാലുറപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ ഈ നീക്കം നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കണം. BJP തരൂരിനെ ചേർത്ത് നിർത്തുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ ക്രൈസ്തവ സഭ തരൂരിനെ അവിടെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നതും അവിടെ അദ്ദേഹത്തെ വാനോളം വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഒറ്റ ചോദ്യം, ഈ സഭകളുടെ പച്ചക്കൊടി കിട്ടിയാൽ തരൂർ പുതിയ പാർട്ടി രൂപീകരിക്കും? തരൂർ പുതിയ പാർട്ടി എനിക്ക് തോന്നുന്നില്ല. തരൂര് ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. BJP ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. തരൂർ അതിന്റെ ഒരു സ്ഥാനത്ത് അങ്ങനെ ഇരിക്കും. തരൂരിന് അല്ലാതെ അത് ഈ ഗജവീരനെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നമ്മൾ പൂരത്തിന് എഴുന്നള്ളിച്ച് നിർത്തുന്നത് പോലെ അദ്ദേഹം അങ്ങനെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തരൂർ ഈ വരുന്ന ഒരു വരവ് ഒരു എടുപ്പുകുതിര മാതിരിയാണ്. സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഈ എടുപ്പുകുതിരകൾ ധാരാളം ഓണാട്ടുകരയിൽ. ഇപ്പൊ പ്രശാന്ത് തിരുവനന്തപുരത്തെ വോട്ടറാണ്. പ്രശാന്തിന് അറിയാമല്ലോ, ഇദ്ദേഹം തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ എത്ര വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ അപൂർവമാണ്, വളരെ വളരെ അപൂർവമാണ്. വിരലിൽ എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഡൽഹിയിൽ പാർലമെന്റിൽ സംസാരിക്കുകയും ഇടപഴകുകയും അദ്ദേഹത്തിന് നമുക്ക് അവിടെ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ആവക കാര്യങ്ങളിൽ മിടുക്കനാണ്. പാർലമെന്റിലൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം. തരൂരിന്റെ പ്രസംഗമാണ്, അതൊരു ഒന്നൊന്നര പ്രസംഗം. ഇദ്ദേഹം വിദേശ സർവകലാശാലകളിൽ പ്രഭാഷണം നടത്താൻ പോകുന്ന ആളാണ്. അതിലൊക്കെ ഗംഭീരനാണ്. അതിനപ്പുറം നമുക്ക് പിന്നെ ഇദ്ദേഹത്തെ സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള ആൾക്കാരും തരൂരുമാണ്. അവരോടൊക്കെ വേണം തരൂരിനെ നമ്മൾ താരതമ്യപ്പെടുത്താൻ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സുബ്രഹ്മണ്യ സ്വാമിയും ശശി തരൂരും ഒക്കെയാണ് ഒരു ശ്രേണിയിൽ ഇരിക്കാൻ പറ്റിയവർ. അതൊരു സത്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനൊന്നും അദ്ദേഹത്തിന് കഴിയത്തില്ല. ഉണ്ടാക്കി അതിന്റെ ഒരു അമരക്കാരനായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചാൽ അവിടെ ഇരിക്കും. എന്നിട്ട് ഒരു പക്ഷേ NDAയിലെ ഒരു ഘടകകക്ഷിയായി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സഭകളുടെയൊക്കെ തന്നെ പിന്തുണ ഉണ്ടാകും. ഇതെനിക്ക് തോന്നുന്നു കേരളത്തിൽ BJPയുടെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി തന്നെ മാറും. കാരണം ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടെ, കുറെ കാലമായില്ലേ കോൺഗ്രസിനെ ഇങ്ങനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ് തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ പോയി അവിടെ പിന്നെ PC ജോർജുമായിട്ട് വേദി പങ്കിട്ടു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അത് സഭയുടെ ഒരു പരിപാടിയാണ്. അവിടെ നമുക്ക് ഇതെല്ലാം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കണം. അല്ല, ഇവിടെ ചെന്ന് തരൂർ ഒന്നും പറയണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ അവിടുത്തെ സാന്നിധ്യം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസ്സുകാർക്കുണ്ടോ എന്നുള്ളതാണ്. കാരണം തരൂരിനെ നരേന്ദ്രമോദി വളരെ ചേർത്ത് നിർത്തി ഉയർത്തി കാണിക്കുകയാണ്. അപ്പോൾ സഭകൾക്കിത് അംഗീകരിച്ച് പറ്റുകയുള്ളൂ. അവർക്ക് നരേന്ദ്രമോദിയിലേക്ക് എത്താനുള്ള ഒരു നല്ല മാർഗം കൂടിയാണ് ശശി തരൂർ. അതെ, കാരണം പല കാര്യങ്ങൾക്കും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടണമല്ലോ. അതെ, അപ്പോൾ തരൂർ അതിനൊക്കെ സമർത്ഥൻ തന്നെ ആയിരിക്കും. പുറത്തിറങ്ങി വേർത്ത് ജോലി ചെയ്യാനൊന്നും തരൂരിന് കിട്ടില്ല എന്നേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.